Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ KTU സിഗ്നൽസ് ആൻഡ് സിസ്റ്റം 2019 സ്കീമിൽ ക്വസ്റ്റിനോട് ചേർന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മോഡ്യൂൾ 3ൻ്റെ സൊല്യൂഷനാണ്. രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ, ഒന്ന് 8 മാർക്സിൻ്റെയും സെക്കൻഡ് 6 മാർക്സിൻ്റെയും അങ്ങനെ 40 മാർക്സിൻ്റെ ഫുൾ സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. KTU സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ 2019 സ്കീം മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റഡ് ആണ്. ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക് വീഡിയോസ് വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻസ് അപ്ലോഡഡ് ആണ്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻസിൻ്റെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനും ആ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. Question: Analyze and characterize an LTI system x of t using Laplace transform. Module 3 അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഇന്ന് 8 മാർക്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എന്താണ് അനലൈസ് ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ആണ് അനലൈസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പം ഗിവൺ എക്സ് ഓഫ് ടി എഴുതാം. എക്സ് ഓഫ് ടി ഈക്വൽസ് 2/3 e raised to minus t u of t plus 1/3 e raised to 2t u of t. നമുക്കൊരു CT സിഗ്നലാണ് തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോസാലിറ്റി സ്റ്റെബിലിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ മോഡ്യൂൾ 5 ഇസഡ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് കോസാലിറ്റി സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് ചെയ്തായിരുന്നു. കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഈസി ആയിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുള്ള കോസാലിറ്റി സ്റ്റെബിലിറ്റി പഠിച്ചു വെക്കാൻ പറ്റും. ഇപ്പം ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ കോസലാവണമെങ്കിൽ ദ കോമൺ ROC ഷുഡ് ബി ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആയിരുന്നു. അതുപോലെ സ്റ്റേബിൾ ആവണമെങ്കിൽ the common ROC should contain the unit circle. അപ്പോൾ അങ്ങനത്തുള്ള പ്രോബ്ലംസ് നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മോഡ്യൂൾ 5 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ അനാലിസിസ്, ദാറ്റ് ഈസ് കോസാലിറ്റി സ്റ്റെബിലിറ്റി ചെക്കാണ്. അതിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ KTU മോഡൽ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിരിക്കാം. യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. മോഡ്യൂൾ 3 ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ഒരു LTI സിസ്റ്റത്തിൻ്റെ കോസാലിറ്റി സ്റ്റെബിലിറ്റി, ഇത് CT സിസ്റ്റമാണ്. ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് DT സിസ്റ്റമാണ്. അത്ര ഡിഫറൻസേ ഉള്ളൂ. അത് കമ്പയർ ചെയ്ത് പഠിക്കാം. അതിൽ കോസാലിറ്റി കണ്ടീഷൻ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ഫോർ എ സിസ്റ്റം ടു ബി കോസൽ, കോമൺ ROC ഷുഡ് ബി ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആയിരുന്നു. ഔട്ടർ മോസ്റ്റ് പോൾ. അതുപോലെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ROC സ്കെച്ച് ചെയ്യും. സ്കെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ സപ്പോസ് ഒരു ഡബിൾ സൈഡ് സിഗ്നൽ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു യൂണിറ്റ് സർക്കിൾ റേഡിയസ് 1 വെച്ചിട്ടുള്ള സർക്കിൾ ഡ്രോ ചെയ്യും. ആ സർക്കിളിൽ നമ്മൾ കോമൺ ROC കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഓക്കെ, ഈ ഒരു ഫോമിൽ വരുവാണെങ്കിൽ, അതായത് നമ്മൾ കോമൺ ROC ഈ 1 എന്നുള്ള മോഡ് ഇസഡ് ഈക്വൽ ടു 1 കണ്ടെയ്ൻഡ് ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാൽ മതി. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ. അതുപോലെ നമുക്ക് എന്ത് പഠിച്ചു വെക്കാം, കമ്പയർ ചെയ്ത് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിലും കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കാം. കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ചെക്ക് പഠിച്ചു വെക്കാം. എപ്പോഴും സിഗ്നൽ സെൻസിൻ്റെ കേസിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. രണ്ടും, അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ഉണ്ട്, അതുപോലെ DT വരുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോം വെച്ചിട്ടുള്ള അനാലിസിസ് ഉണ്ട്. രണ്ടിലും അനലൈസ് ചെയ്യാൻ വരുന്ന ടേംസ് ഒന്ന് തന്നെയാണ്. ഒന്നുകിൽ ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോസലാണോ ചെക്ക് ചെയ്യുക, സ്റ്റേബിൾ ആണോ ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. നമ്മൾ CT ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യും, DT ആണെങ്കിൽ വി വിൽ യൂസ് ഇസഡ് ട്രാൻസ്ഫോം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ROC എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ S-പ്ലെയിൻ ആണ് എടുക്കുന്നത്. S-പ്ലെയിൻ എടുക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റിയൽ ഓഫ് S ആയിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനറി ഓഫ് S ആയിരിക്കും. ഇങ്ങനെയാണ് എന്തൊരു CTയുടെ കേസിൽ അല്ലെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന S-പ്ലെയിൻ ആണ്. അത് നമ്മൾ DT വരുമ്പോഴത്തേക്ക് എന്താവും, Z-പ്ലെയിൻ ആവും. ഓക്കെ, Z-പ്ലെയിൻ ആവും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്, റിയൽ ഓഫ് Z ആയിരിക്കും വരുന്നത്. ഇവിടെ ഇമാജിനറി ഓഫ് Z ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് പ്ലെയിനിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു ROC
ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ നമുക്കൊരു ROC വരയ്ക്കണം എന്ന് വെച്ചു. അപ്പോൾ സപ്പോസ് ഒരു പോള് -1 പോളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ROC ഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പോളിൽ കൂടെ ഒരു പാരലൽ സ്ട്രിപ്പ് വരയ്ക്കും. എന്തിന് പാരലായിട്ടാണ്? ജെഒമേഗ ആക്സിസ് അല്ലെങ്കിൽ ഇമാജിനറി ആക്സിസിന് പാരലായിട്ട് പോളിൽ കൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരലൽ സ്ട്രിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. ഇനി സപ്പോസ് നമുക്ക് കിട്ടിയ സിഗ്നൽ അതിൻ്റെ ഒരു പോളുള്ള കേസാണ് എടുക്കുന്നത്. ഒന്നിൽ കൂടുതൽ പോൾ വരാം. മനസ്സിലാവാൻ വേണ്ടി ഒരു പോളുള്ള കേസ് എടുക്കുകയാണ്. ഇപ്പം വേറൊരു സിസ്റ്റമാണ്, അതിൻ്റെ പോൾ -1 അപ്പോൾ അതൊരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയിരുന്നെങ്കിൽ എന്ത് വരും? അതിൻ്റെ കേസിലും ജെഒമേഗ ആക്സിസ് സിഗ്മ ആക്സിസ് ഇപ്പോൾ നമ്മൾ പോളിൽ കൂടെ ഒരു പാരലൽ സ്ട്രിപ്പ് ഡ്രോ ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്ത് വരും? ഒരു റൈറ്റ് സൈഡ് ആണെങ്കിൽ ആ പാരലൽ സ്ട്രിപ്പിൻ്റെ റൈറ്റ് ഹാഫിലോട്ടായിരിക്കും എന്ത് വരുന്നത്? അതിൻ്റെ ROC വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഡബിൾ സൈഡ് വരുമ്പോഴത്തേക്ക് ബിറ്റ്വീൻ 2 പോൾസ് ആയിരിക്കും നമ്മൾ CT സിസ്റ്റത്തിൻ്റെ കേസിൽ അല്ലെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ROC വരുന്നത്. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇസഡിലേക്ക് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. മാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലെഫ്റ്റ് ഹാഫ് ഉണ്ടെങ്കിൽ അതിനെപ്പോഴും മാപ്പ് ചെയ്യുന്ന ഇൻസൈഡ് ദ സർക്കിളാണ്. ഇൻസൈഡ് ദ സർക്കിളിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതുപോലെ റൈറ്റ് സൈഡിനാണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിളിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഔട്ട്സൈഡ് ദ സർക്കിൾ. നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ പോൾ എന്ന് പറയുന്നത് ഇവിടെ -1 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇസഡ് പ്ലെയിൻ്റെ കേസിൽ ഇവിടെ ഒരു സ്ട്രിപ്പ് പാരലൽ ടു ജെഒമേഗ ആക്സിസിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യും? ഒരു യൂണിറ്റ് സർക്കിൾ അല്ലെങ്കിൽ ഒരു സർക്കിളാണ് നമ്മളിവിടെ ഡ്രോ ചെയ്യുന്നത്. എന്താണ്? പാസിങ് ത്രൂ പോൾ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സർക്കിൾ ഡ്രോ ചെയ്യും. എന്തിൻ്റെ കേസിലാണ്? ഇസഡ് പ്ലെയിൻ്റെ കേസിൽ. അപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ അതിനെപ്പോഴും എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിളിലോട്ടായിരിക്കും എന്തിൽ മാപ്പ് ചെയ്യുന്നത്? ഇസഡ് പ്ലെയിൻ്റെ കേസിൽ മാപ്പ് ചെയ്യുന്നത്. അതുപോലെ ഈ സെയിം സിസ്റ്റം തന്നെ നമുക്ക് എന്ത് വരാം? അത് ഈ സെയിം കേസ് തന്നെ ഇസഡ് പ്ലെയിനിൽ വരാം. അപ്പം നെക്സ്റ്റ് വരുന്നത് റൈറ്റ് സൈഡിൻ്റെ കേസാണ്. റൈറ്റ് സൈഡിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ആ പോൾ ഇവിടെ മാർക്ക് ചെയ്യുക -1 പോളാണ്. അവിടെയും നമ്മൾ എന്ത് ചെയ്യും? ഇതിലേക്കൂടെ ഒരു സർക്കിൾ ഓഫ് റേഡിയസ് 1 ഡ്രോ ചെയ്യും. ഇവിടെ മാപ്പിംഗ്, അതായത് റൈറ്റ് ഹാഫ് പോർഷന് നമ്മൾ ഔട്ട്സൈഡ് ദ സർക്കിളാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇപ്പം നമ്മൾ ഈ ഒരു സ്ട്രിപ്പിന് എക്സ്പ്ലെയിൻ വരുമ്പോഴത്തേക്ക് ഒരു പാരലൽ സ്ട്രിപ്പ് എന്താണ്? ഒരു സ്ട്രിപ്പ് പാരലൽ ടു ജെഒമേഗ ആക്സിസ് ആണ്. അത് ഇസഡ് പ്ലെയിൻ വരുമ്പോഴത്തേക്ക് അതിനിങ്ങനെ ചുറ്റി ഒരു സർക്കിൾ ആക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ലെഫ്റ്റ് ഹാഫ് പോർഷന് ഇൻസൈഡിലേക്ക് മാപ്പ് ചെയ്യും. അതുപോലെ ഒരു റൈറ്റ് ഹാഫ് പോർഷന് ഔട്ട്സൈഡിലേക്ക് മാപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ ഇതിൻ്റെ കേസിൽ നമ്മൾ ROC കണ്ടീഷൻ എഴുതുമ്പോഴത്തേക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ ലെഫ്റ്റ് ഹാഫ് ആയിരിക്കും, റൈറ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ റൈറ്റ് ഹാഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് സിഗ്നൽ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ റിയൽ ഓഫ് എസ് വാല്യൂ എന്തായിരിക്കും വരുന്നത്? ഇതിൻ്റെ കേസിൽ -1 ആയിരിക്കും. ഓക്കെ, ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ റിയൽ ഓഫ് എസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ -1 ലെസ് ദാൻ വാല്യൂ ആണ്. അപ്പോഴും നമ്മളിവിടെ എന്ത് വരത്തില്ല? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരത്തില്ല. ഓക്കെ, അത് ഓർത്തോണം, ലെസ് ദാനേ ഉള്ളൂ. ആ 1 എന്നുള്ള ഇൻക്ലൂഡ് അല്ല. അതുകൊണ്ടാണ് ചില ടെക്സ്റ്റിൽ അത് ഇങ്ങനെ ഡോട്ടഡ് ഇട്ട് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബോൾഡായിട്ടും വരയ്ക്കാം. പക്ഷേ ഈ കണ്ടീഷൻ എഴുതുമ്പോൾ അതിനകത്ത് ഈക്വൽ ടു എഴുതരുത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ അതിൻ്റെ ROC എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയൽ ഓഫ് എസ് ലെസ് ദാൻ -1 ആയിരിക്കും. -1 ലെസ് ദാൻ വാല്യൂ ആയിരിക്കും റിയൽ ഓഫ് എസ് എന്ന് പറയുന്നത്. അതുപോലെ അത് ഇസഡ് പ്ലെയിൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ എഴുതുന്നത്? റിയൽ ഓഫ് എസിന് പകരം നമ്മൾ എന്ത് എഴുതും? മോഡ് ഇസഡ് വാല്യൂ എന്ന് എഴുതും. മോഡ് ഇസഡ് വാല്യൂ ഇതിൻ്റെ കേസിൽ എന്തായിരിക്കും? ഇതിൻ്റെ കേസിൽ മോഡ് ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ മോഡ് വാല്യൂ ആയിരിക്കും. അത് ഓർത്തോണം. ഓക്കെ, കാരണം ഇവിടെ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പം സപ്പോസ് നമ്മളുടെ പോള് ഇതിൻ്റെ കേസിൽ -1 ആണ്. പക്ഷേ ഇവിടെ എന്ത് കാണും? ഇതിൻ്റെ കേസിൽ ഈ 1 കൂടെ ആയിരിക്കുമല്ലോ പാസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മോഡ് വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ, മോഡ് ഇസഡ് ലെസ് ദാൻ മോഡ് -1 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? മോഡ് ഇസഡ് വാല്യൂ ലെസ് ദാൻ 1 എന്ന് വരും. അത് ഓർത്തോണം. അതുപോലെ സെക്കൻഡ് കേസിൽ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ എന്താ വരുന്നത്? ഇതൊരു റൈറ്റ് സൈഡ് സിഗ്നൽ ആകുമ്പോഴത്തേക്ക് റിയൽ ഓഫ് എസ് വാല്യൂ ഇവിടെ എന്താണ്? ഈ -1 ഗ്രേറ്റർ ദാൻ വാല്യൂ ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ വാല്യൂ ആണ്. ഗ്രേറ്റർ ദാൻ എന്താണ്? -1 ആണ്. ഓക്കെ, റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ എന്താണ്? -1 ആണ്. കാരണം നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇവിടെയാണ് -1 ഗ്രേറ്റർ ദാൻ വാല്യൂ ആണ് ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ കേസിൽ ROC വരുന്നത്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നമ്മളിവിടെ ഒരു റൈറ്റ് സൈഡ് സിഗ്നലിനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? അത് ഔട്ട്സൈഡ് ആണ്.
ഇതാണ് നമ്മളുടെ സർക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടെ എന്ത് ചെയ്യും, ഈ വണ്ണിൽ കൂടെയും പാസ് ചെയ്യും. ഇത് ഇസഡ് പ്ലെയിൻ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ മോഡ് ഇസഡ് വാല്യൂ എന്താണ് ഗ്രേറ്റർ ദാൻ, കാരണം വണ്ണിനേക്കാളും ഔട്ട് സൈഡാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈ പോൾ വാല്യൂ എഴുതുന്നത് -1 എഴുതുന്നത്. പക്ഷേ ഇതിൻ്റെ കേസ് കൊണ്ട് ഇവിടെ മോഡ് ഉണ്ട്. സോ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 എന്നായിരിക്കും അതിൻ്റെ ROC വരുന്നത്. അപ്പോൾ ഇവിടെ ആ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് എടുക്കത്തില്ല, മോഡ് വാല്യൂ എടുക്കത്തില്ല. പക്ഷേ ഇസഡ് പ്ലെയിൻ്റെ കേസിൽ മോഡ് വാല്യൂ എടുക്കും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ബേസിക്സ്. ഇപ്പോൾ കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡഡ് ആണ്, ഒന്ന് വാച്ച് ചെയ്യുക. പ്രോപ്പർട്ടീസ് ഓഫ് ROC ഓഫ് എസ് പ്ലെയിൻ, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ROC ഓഫ് ഇസഡ് പ്ലെയിന്. ഇപ്പോൾ ഇതിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ കോസാലിറ്റി സ്റ്റെബിലിറ്റി പഠിച്ചിട്ടുണ്ട്. അതായത് കോമൺ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോളാണെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ കമ്പയർ ചെയ്ത് എന്തുവരും, ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ റൈറ്റ് ഹാഫ് പ്ലെയിനിൻ്റെ റൈറ്റ് മോസ്റ്റ് പോളായിരിക്കും കോസാലിറ്റി കണ്ടീഷൻ വരുന്നത്. അതുപോലെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ആ യൂണിറ്റ് സർക്കിളിനെ കണ്ടെയ്ൻഡ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് jω ആക്സിസിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ എഴുതിയിരിക്കുന്ന x(t) എഴുതുകയാണ്. x(t) ഈക്വൽസ് 2/3 e⁻t u(t) പ്ലസ് 1/3 e⁻2t u(t) ആണ്. നമുക്ക് ഇതിനകത്ത് ഇതൊരു CT സിസ്റ്റം ആണ്. അപ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി അനലൈസ് ചെയ്യുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ആണ്. കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കണം. x(t)ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം x(s) ഈക്വൽ ടു കോൺസ്റ്റന്റ് 2/3 അതുപോലെ എഴുതുക. നമുക്കറിയാം e⁻−8t u(t) അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s+a ആണ്. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 1/s+1 എന്ന് കിട്ടും. പ്ലസ് അടുത്ത് എന്താണ്, e⁻at u(t) ആണ്. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s-a ആണ്. ഇവിടെ എന്ത് വരും, 1/3 1/s-2 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x(s) കിട്ടി. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ROC ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി. ഇവിടെ സിഗ്നൽ നോക്കുക. സപ്പോസ് നമുക്കൊരു u(t) ആണെങ്കിൽ എന്തായിരിക്കും, അതൊരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയിരിക്കും. കാരണം നമുക്കറിയാം u(t) എന്ന് പറയുമ്പോഴത്തേക്ക് t = 0 തൊട്ട് ഗ്രേറ്റർ ദാൻ വാല്യൂസ് വരത്തുള്ളൂ. അപ്പം ആ 0ക്ക് എന്ത് പോർഷനേ ഉള്ളൂ, റൈറ്റ് ഹാഫിലേക്കേ ഉള്ളൂ. അപ്പം നമ്മളുടെ ആ സിഗ്നലിനകത്ത് u(t) ഉണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഈസ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ. ഇതിൻ്റെ കേസിൽ എന്താണ്, u(t) ഉണ്ട്. സോ ഈ സെക്കൻഡ് സിഗ്നൽ എന്താണ്, റൈറ്റ് സൈഡഡ് ആണ്. റൈറ്റ് സൈഡഡ് സിഗ്നലിൻ്റെ കേസിൽ നമുക്കറിയാം അതിൻ്റെ ROC എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഫസ്റ്റ് ഈ സിഗ്നലിൻ്റെ ROC എഴുതണം. അപ്പോൾ ഇതെന്ത് സിഗ്നലാണ്, ബോത്ത് സിഗ്നൽസ് ആർ റൈറ്റ് സൈഡഡ് ആണ്. റൈറ്റ് സൈഡഡ് ആണ്, ബോത്ത് സിഗ്നൽസ് ആർ റൈറ്റ് സൈഡഡ് ആണ്. അപ്പോൾ ROCയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തായിരിക്കും, ROCയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഫോർ എ റൈറ്റ് സൈഡഡ് സിഗ്നൽ ROC വിൽ ബി റൈറ്റ് ഓഫ് ദ റൈറ്റ് മോസ്റ്റ് പോൾ. ഓക്കെ, ഇതാണ് ROC വിൽ ബി റൈറ്റ് ഓഫ് ദ റൈറ്റ് മോസ്റ്റ് പോൾ. ROCയുടെ പ്രോപ്പർട്ടിയാണ്. കാരണം ഇത് രണ്ട് റൈറ്റ് സൈഡാണെന്ന് മനസ്സിലായി, കാരണം രണ്ടും എന്താണ്, u(t) ആണ്. ഇനി എന്ത് ചെയ്യണം, നമുക്കിതിൻ്റെ ROC ഡ്രോ ചെയ്യണം. ഇപ്പോൾ ROC ഡ്രോ ചെയ്യാൻ വേണ്ടി ഇവിടെ എസ് പ്ലെയിൻ ആണ്. എസ് പ്ലെയിൻ ഡ്രോ ചെയ്യുക. എസ് പ്ലെയിൻ ഡ്രോ ചെയ്തു. ഇതിനകത്ത് സിഗ്മ റിയൽ പാർട്ട്, ഇവിടെ jω പാർട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പോൾ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിൻ്റെ പോൾ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായാലും വരുന്നത്, ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ടേംസ് വരും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിനകത്ത് ഡിനോമിനേറ്റർ എന്തായാലും ഏതേ വരത്തുള്ളൂ, ഈ രണ്ട് ഫോംസേ വരത്തുള്ളൂ LCM എടുത്താലും. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ട, ഡയറക്റ്റ് ഈ പാർട്ടങ്ങ് എടുക്കാം. s+1 ഈക്വൽ ടു 0, അതുപോലെ s-2 ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടും, s = -1, s = 2. ഇത് രണ്ടുമാണ് അതിൻ്റെ പോൾ വാല്യൂസ്. ഇവിടെ പോൾ വാല്യൂസ് മാർക്ക് ചെയ്യണം. ഒരെണ്ണം എന്ന് പറയുന്നത് -1ലാണ്, സെക്കൻഡ് എന്ന് പറയുന്നത് 2ലാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, രണ്ട് സിഗ്നലും എന്താണ് നമുക്കറിയാം, റൈറ്റ് സൈഡ് ആണെന്നറിയാം, u(t) ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം, ഇതിനകത്ത് റൈറ്റ് മോസ്റ്റ് പോൾ ഏതാ, ഇവിടെ രണ്ട് പോളുണ്ട്, -1 ഉം 2 ഉണ്ട്. റൈറ്റ് മോസ്റ്റ് പോൾ എന്ന് പറയുന്നത്
ഈ 2 കൂടെ പാസ് ചെയ്യുന്ന പോളാണ്. അപ്പം എക്സ്പ്ലെയിൻ്റെ കേസിൽ നമ്മൾ പാരൽ സ്ട്രിപ്പ് ഡ്രോ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കേസിൽ ഈ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് എന്തായിരിക്കും ഇതിൻ്റെ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷൻ ആയിരിക്കും ഇതിൻ്റെ ROC. നമുക്കിങ്ങനെ ഡയറക്റ്റ് എഴുതാം. അപ്പോൾ ഇത് കമ്പൈൻഡ് ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് എങ്ങനെ എഴുതാം, റിയൽ ഓഫ് എസ് വാല്യൂ വിൽ ബി എന്തായിരിക്കും, ഇതിൻ്റെ കോമൺ ROC 2-നേക്കാളും ഗ്രേറ്റർ ദാൻ വാല്യൂ ഇല്ലേ, സോ ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. അപ്പോൾ ഈ സിഗ്നലിൻ്റെ ROC എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 2 വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ROC എഴുതി അതിൻ്റെ ഇൻ്റർസെക്ഷൻ റീജിയൻ എടുത്തിട്ടും ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ഇതിപ്പം നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാതെ വരുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ പോളിൽ കൂടെ ഒരു സ്ട്രിപ്പ് വരയ്ക്കും, ഈ പോളിൽ കൂടെ സ്ട്രിപ്പ് വരയ്ക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു റൈറ്റ് സൈഡാണ്. അപ്പോൾ റൈറ്റ് പോർഷൻ വരും. ഇതും എന്താണ്, ഒരു റൈറ്റ് സൈഡാണ്, റൈറ്റ് പോർഷൻ വരും. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ റീജിയൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 2 ഗ്രേറ്റർ ദാൻ വാല്യൂ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാതെ ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് പ്രോപ്പർട്ടി അറിയാമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാം. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു പർട്ടിക്കുലർ സിഗ്നലിൻ്റെ ROC നമ്മൾ സ്കെച്ച് ചെയ്തു. ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് കോസാലിറ്റി ചെക്ക് ചെയ്യണം. കോസാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക. ഇഫ് ദ ROC ഈസ് റൈറ്റ് ഹാഫ് ഓഫ് റൈറ്റ് മോസ്റ്റ് പോൾ, ഇതാണ് കണ്ടീഷൻ. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ നമുക്കറിയാം കോമൺ ROC ഷുഡ് ബി ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ്, ഈ റൈറ്റ് സൈഡിനെയാണ് നമ്മൾ എന്തോട്ട് മാപ്പ് ചെയ്യുന്നത്, ഔട്ട് സൈഡിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഈ കോസാലിറ്റി കണ്ടീഷൻ അറിയാമെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് പഠിക്കാം, അല്ലെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ നമുക്ക് കോസാലിറ്റി കണ്ടീഷൻ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇസഡ് ട്രാൻസ്ഫോം പഠിച്ചു വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇന്റർലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ തെറ്റത്തില്ല. മോസ്റ്റ് പോൾ അല്ലെങ്കിൽ കോമൺ ROC ഷുഡ് ബി റൈറ്റ് ഹാഫ് ഓഫ് റൈറ്റ് മോസ്റ്റ് പോൾ. ഇതാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്. നമ്മളിവിടെ എന്ത് ചെയ്തു, ഈ സിഗ്നലിൻ്റെ ROC ഡ്രോ ചെയ്തു. അപ്പോൾ അതിൻ്റെ ROC നോക്കിക്കേ, എന്ത് വരും, ROC എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ റൈറ്റ് മോസ്റ്റ് പോള്. അതിൻ്റെ റൈറ്റ് ഹാഫിലോട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, അതിൻ്റെ കോമൺ ROC വന്നിരിക്കുന്നത്. സോ ദ ഗിവൺ സിഗ്നൽ ഈസ് കോസൽ. ഓക്കെ, ദ ഗിവൺ സിഗ്നൽ ഈസ് കോസൽ. നമ്മുടെ സ്റ്റെപ്സ് എന്തായിരുന്നു, ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡഡ് ആണ്. നിങ്ങൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ROC അതിൻ്റെ പ്രോബ്ലംസ് നോക്കുക, അതുപോലെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ROC പ്രോബ്ലംസ് നോക്കുക. അതിനുശേഷം അനാലിസിലേക്ക് വരിക. അപ്പോൾ അനാലിസിസിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിൽ നമ്മൾ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഫസ്റ്റ് എന്ത് ചെയ്തു, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു. അതിനുശേഷം നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു, UT ആണെങ്കിൽ ഒരു ആ സിഗ്നൽ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലായിരിക്കും. അതുപോലെ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അത് ലെഫ്റ്റ് സൈഡാണെന്ന് മനസ്സിലാക്കുന്നത്. ആ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ROC സ്കെച്ച് ചെയ്തു, കോസാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫിലാണോ കോമൺ ROC എന്ന് നോക്കി. ഇപ്പോൾ റൈറ്റ് മോസ്റ്റ് പോളിലാണ്, സിസ്റ്റം എന്താണ്, കോസലാണ്. ഇനി നമുക്ക് എന്തും കൂടെ ചെക്ക് ചെയ്യണം, സ്റ്റേബിൾ ആണോ കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. സ്റ്റെബിലിറ്റി ചെക്ക് ഓഫ് CT സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ ROC ഡ്രോ ചെയ്യണം. ഇവിടെ ROC ഡ്രോ ചെയ്തായിരുന്നു. അതിനകത്ത് വരുന്ന പോൾ വാല്യൂസ് ഒന്ന് -1 സെക്കൻഡ് 2 രണ്ട് നമ്മളുടെ എന്തായിരുന്നു, റൈറ്റ് സൈഡ് സിഗ്നലായിരുന്നു. ഇപ്പോഴത്തേക്ക് നമുക്ക് ROC കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫിലോട്ടാണ് നമുക്ക് ഗിവൺ സിഗ്നലിൻ്റെ ROC കിട്ടിയത്. ഇനി സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ആണ്. എക്സ്പ്ലെയിൻ വരുമ്പോഴത്തേക്ക് റിയൽ ആക്സിസ് സിഗ്മയാണ്, ഇമാജിനറി ആക്സിസ് Jω. ഇപ്പം നമ്മൾ DTയുടെ കേസിൽ എന്തുവരെ ചെക്ക് ചെയ്യുന്നത്, അവിടെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിൾ നമ്മളുടെ കോമൺ ROCയിൽ കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരുന്നു. അത് CT സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഇവിടെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ Jω ആക്സിസ് ആണ്. അപ്പം നമ്മളുടെ കോമൺ ROC ഉണ്ടല്ലോ, കോമൺ ROC എന്താ നമ്മൾ നോക്കേണ്ടത്, ഈ Jω ആക്സിസ് കൂടെ പാസ് ചെയ്ത് നോക്കുക. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ അല്ലെങ്കിൽ CTയുടെ കേസിൽ നോക്കും, Jω ആക്സിസിൽ കൂടെ ആണ്, നമ്മളുടെ Jω ആക്സിസിൽ കൂടെ ആണ് എന്ത് പാസ് ചെയ്യുന്നത്, നമ്മളുടെ കോമൺ ROC നോക്കും. നമ്മൾ ഇസഡ് ട്രാൻസ്ഫോമിൽ എന്താ നോക്കിയത്, നമ്മളിവിടെ ഇങ്ങനെ ഒരു സർക്കിൾ ഡ്രോ ചെയ്യും. അതിൻ്റെ റേഡിയസ് എന്തായിരുന്നു, 1 ആയിരുന്നു.
അപ്പോൾ നമ്മൾ കോമൺ ROC 1 കൂടെ പോവുകയാണെന്നാണ് നമ്മൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ചെക്ക് ചെയ്തത്. അത് ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് j⍵ ആക്സിസ് കൂടെ പാസ് ചെയ്യുമെന്ന് നോക്കുക. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമുക്ക് തന്ന സിഗ്നലിൻ്റെ എന്ത് ഡ്രോ ചെയ്തായിരുന്നു? ROC ഡ്രോ ചെയ്തായിരുന്നു. അപ്പോൾ ROC എന്ന് പറയുന്നത് എന്താ വരുന്നത്? റിയൽ ഓഫ് എസ് വാല്യൂ ഗ്രേറ്റർ ദാൻ 2 വന്നത്. അപ്പോൾ ഇവിടെ j⍵ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ j⍵ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നുണ്ടോ? ഇതിപ്പം j⍵ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നില്ല കോമൺ ROC. സോ സിസ്റ്റം എന്തായിരിക്കും? നോട്ട് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും നോട്ട് സ്റ്റേബിൾ. കൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ അത് ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമിൻ്റെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ROC j⍵ ആക്സിസ് പാസ് ചെയ്യണം. അത് ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് കോമൺ ROC എന്തായിരിക്കും? യൂണിറ്റ് സർക്കിൾ കൂടെ പാസ് ചെയ്യണം. അതുപോലെ കോസൽ വരുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ഔട്ട് സൈഡ് ഔട്ടർ മോസ്റ്റ് പോൾ ആയിരിക്കണം. അതുപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫിലായിരിക്കണം. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക. ഈസി ആയിട്ട് നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാം. ഞാനൊരു എക്സാമ്പിളും കൂടെ, അതായത് സ്റ്റേബിൾ വരുന്ന കേസും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, കോസാലിറ്റി ജസ്റ്റ് റൈറ്റ് മോസ്റ്റ് ഹാഫിൻ്റെ റൈറ്റ് സൈഡ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് കോസൽ എഴുതാൻ പറ്റും. ഇപ്പോൾ സ്റ്റേബിൾ വരുന്നൊരു കേസും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് h(s) വന്നിട്ടുണ്ട് 1/s+2 × s+3 എന്ന് നമുക്ക് h(s) തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇതിൻ്റെ കേസിൽ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം. സ്റ്റെബിലിറ്റി ചെക്ക് ഫോർ ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ROC അങ്ങനെ വന്നിരിക്കുന്നത്. ROC സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓൾ പോസിബിൾ കോമ്പിനേഷൻസിൽ എന്താ ചെക്ക് ചെയ്യണം? സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് സിസ്റ്റമാണ്? ഇതൊരു CT സിസ്റ്റമാണ്. നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യണം. അപ്പം സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വി നീഡ് ടു ഡ്രോ ദ ROC. അപ്പോൾ ROC ഡ്രോ ചെയ്യണം. ROC ഡ്രോ ചെയ്യുന്നത് ഇതിലായിരിക്കും? S പ്ലെയിനിലായിരിക്കും. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ദിസ് ഈസ് സിഗ്മ, ദിസ് ഈസ് j⍵. ഇനി എന്ത് കണ്ടുപിടിക്കണം? പോൾ വാല്യൂസ് കണ്ടുപിടിക്കണം. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. S is equal to -2ഉം S is equal to -3 ആണ് പോൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. നമ്മൾ പോൾ വാല്യൂസ് മാർക്ക് ചെയ്യുക. ഒരു പോള് -2, സെക്കൻഡ് പോള് -3. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ കേസിൽ പാരലൽ സ്ട്രിപ്പ് വരയ്ക്കണം. പാരലൽ ടു j⍵ ആക്സിസ്. ഇതിലേക്കൂടെയും പോളിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രിപ്പ് വരയ്ക്കണം പാരലൽ ടു j⍵ ആക്സിസ്. ഇനി നമുക്കിവിടെ ഓൾ പോസിബിൾ കോമ്പിനേഷൻസാണ് പറഞ്ഞേക്കുന്നത്. അതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം 3 കോമ്പിനേഷൻസേ വരത്തുള്ളൂ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡഡ് വരാം സിഗ്നല്, ലെഫ്റ്റ് സൈഡഡ്, സെക്കൻഡ് റൈറ്റ് സൈഡഡ്, തേർഡ് ഡബിൾ സൈഡഡ്. അങ്ങനെ 3 കേസസ് ആണ് വരുന്നത്. ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ തന്നെ കണ്ടീഷൻസ് ചൂസ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് എഴുതാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിൻ്റെ കേസാണ്. ലെഫ്റ്റ് സൈഡഡ് കേസ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കേസിൽ ROCയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തായിരിക്കും? ഫോർ എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ROC വിൽ ബി ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെച്ച് എളുപ്പമാണ്. ലെഫ്റ്റിൻ്റെ കേസിൽ ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് -3 പോളാണ്. അതിൻ്റെ ലെഫ്റ്റ് ഹാഫിലായിരിക്കും എന്ത് വരുന്നത്? ഇതൊരു സിഗ്നൽ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ അതിൻ്റെ ROC വരുന്നത് ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ നമ്മളത് ഇക്വേഷനായിട്ട് എഴുതുമ്പോഴത്തേക്ക് എന്ത് വരും? റിയൽ ഓഫ് എസ് വാല്യൂ വിൽ ബി എന്താണ് ഇതിൻ്റെ കേസിൽ? ലെസ് ദാൻ -3 ആണ് അല്ലേ? -3ക്കാൾ ലെസ് ദാൻ വാല്യൂ അല്ലേ നമ്മൾ കോമൺ ROC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം. ഓക്കെ, ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ ROCയുടെ കണ്ടീഷൻ കിട്ടിയതിന് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം. സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ എന്താ നോക്കേണ്ടത്? നമ്മളുടെ കോമൺ ROC j⍵ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നോ ഇല്ലയോ നോക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ നമ്മൾ കോമൺ ROC ഡ്രോ ചെയ്തു. അത് j⍵ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കും സിസ്റ്റം വിൽ ബി അൺസ്റ്റേബിൾ ഫോർ ഈ ഒരു കേസിൽ ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. ഇനി സെക്കൻഡ് എന്ത് ചെയ്യണം? നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് എടുക്കണം. റൈറ്റ് സൈഡഡ്. അപ്പോൾ എഗെയിൻ ഈ ഒരു ROC ഒന്ന് ഡ്രോ ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ പോൾ വാല്യൂസ് ഒന്ന് -2ലും ഒന്ന് -3 ആണ്. അതിലേക്കൂടെ നമ്മൾ പാരലൽ സ്ട്രിപ്പ് ഡ്രോ ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ROCയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ റൈറ്റ് മോസ്റ്റ് പോൾ, ഇതാണ് റൈറ്റ് മോസ്റ്റ് പോൾ. നമ്മൾ ലെഫ്റ്റ് റൈറ്റ് നോക്കിയാൽ മതി. റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫിലായിരിക്കും എന്ത് വരുന്നത്? അതിൻ്റെ കേസിൽ ROC വരുന്നത്. അപ്പോൾ ഇതൊരു റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ROC ഡ്രോ ചെയ്തു. അതിൻ്റെ കോമൺ ROC ഇത് സിഗ്മ, ദിസ് ഈസ് j⍵. ഇപ്പോൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് നോക്കേണ്ടത്? j⍵ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഈ റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ നമുക്കറിയാം റിയൽ ഓഫ്
എസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ക്ലിയർ ആണ്. എന്താണ് റിയൽ ഓഫ് എസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ -2 ഗ്രേറ്റർ ദാൻ വാല്യൂ ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ -2 ആണ്. ഇപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി എന്തായിരിക്കും? സ്റ്റെബിലിറ്റി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോമൺ ROC ഷുഡ് കണ്ടെയ്ൻ j⍵ ആക്സിസ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ റൈറ്റ് സൈഡ് സിഗ്നൽ കേസിൽ j⍵ ആക്സിസ് കൂടെ എന്ത് പോകുന്നുണ്ട്? നമ്മളെ കോമൺ ROC പോകുന്നുണ്ട്. സോ സിസ്റ്റം എന്തായിരിക്കും? വെരി ഗുഡ്, സ്റ്റേബിൾ ആയിരിക്കും. സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ ആയിരിക്കും. ഇനി തേർഡ് കേസ് എന്താണ്? ഡബിൾ സൈഡഡ് കേസാണ്. ഡബിൾ സൈഡഡ് കേസിലും നമ്മൾ ഇതുപോലെ ഡ്രോ ചെയ്യുക. ഇവിടെ പോൾ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് -2 ഒന്ന് -3 ആണ്. ദിസ് ഈസ് സിഗ്മ, ദിസ് ഈസ് j⍵. ROC ഡ്രോ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? പോളിൽ കൂടെ നമ്മൾ ലൈൻ ഡ്രോ ചെയ്യണം പാരലൽ ടു j⍵ ആക്സിസ്. ഇപ്പം ഡബിൾ സൈഡിൻ്റെ കേസാണ് നമ്മൾ എഴുതുന്നത്. ഡബിൾ സൈഡിൻ്റെ കേസിൽ ROCയുടെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബൗണ്ടഡ് ബിറ്റ്വീൻ 2 പോൾസ് ആയിരിക്കും. അതായത് ഇവിടെ 2 പോൾസ് ഉണ്ട്, ഒന്ന് -3 പോളും -2 പോളും ഉണ്ട്. അപ്പം അതിന് നമ്മൾ ബൗണ്ട് ചെയ്തതിലേക്ക് എന്ത് വരുന്നത്? അതിൻ്റെ ROC വരുന്നത്. ഡബിൾ സൈഡ് കേസിൽ നമ്മളിങ്ങനെ ഇക്വേഷനായിട്ട് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും? -3ക്കും എന്തായിരിക്കും? -3 ലെസ് ദാൻ റിയൽ ഓഫ് എസ് ലെസ് ദാൻ -2. ഇതായിരിക്കും. -3ക്കും -2നും ഇടയ്ക്കായിരിക്കും എന്ത് വരുന്നത്? അതിൻ്റെ കേസിൽ ROC വരുന്നത്. ഇപ്പോൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ നോക്കേണ്ടത്? j⍵ ആക്സിസ് കൂടെ പാസ് ചെയ്ത് നോക്കുക. ഈ ഡബിൾ സൈഡിൻ്റെ കേസിൽ j⍵ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ആ കേസിൽ എന്തായിരിക്കും? സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ROC സ്പെസിഫൈ ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ROCയിലും സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ സിഗ്നലിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. എളുപ്പമാണ്. ഇതുപോലെ തന്നെ നമ്മൾ Z ട്രാൻസ്ഫോമിൻ്റെ കേസിലും പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ആ ഒരു പാർട്ട് നന്നായിട്ട് നോക്കുക. അതായത് നമ്മളെ മോഡ്യൂൾ 3 ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ടുള്ള അനാലിസിസിൽ മെയിൻലി വരുന്നത് ഈ കോസാലിറ്റി സ്റ്റെബിലിറ്റി ചെക്കാണ്. അതുപോലെ 5th മോഡ്യൂളിൽ Z ട്രാൻസ്ഫോം വരുമ്പോഴും അതിനകത്ത് മെയിൻ പ്രോപ്പർട്ടി ചെക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കോസാലിറ്റി ആണ്. രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. എന്തായാലും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫുൾ സൊല്യൂഷൻ. ഈസിയാണ് പ്രൊസീജിയർ. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഏത് സിഗ്നലാന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ROC ഡ്രോ ചെയ്തു. അതിനുശേഷം കോസാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫ് ആണെന്ന് നോക്കുക. സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മൾ j⍵ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടോ നമ്മളുടെ കോമൺ ROC എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഇനി സെക്കൻഡ് നമ്മൾ KTU മോഡൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള മോഡ്യൂൾ 3 അനാലിസിസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളൊരു പ്രോബ്ലം ആണ്. 6 മാർക്സിൻ്റെ പ്രോബ്ലം ആണ്. വളരെ ഈസി ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അതുകൊണ്ട് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഒബ്റ്റെയിൻ ദ റെസ്പോൺസ് ഓഫ് ആൻ LTI സിസ്റ്റം വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് h(t) ഈക്വൽസ് Δt വിത്ത് ഇൻപുട്ട് സിഗ്നൽ x(t) ഈക്വൽസ് e⁻⁻at u(t) യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം. BTech MEDC യൂട്യൂബ് ചാനലിൽ നെറ്റ്വർക്ക് തിയറി, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, DSP, കൺട്രോൾ സിസ്റ്റം, അനലോഗ് സർക്യൂട്ട്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ലാബ്സിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡാണ്. സോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. 50% വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ സപ്പോർട്ട് അവർ ചാനൽ. വീഡിയോയുടെ അണ്ടറിൽ ഡൗട്ട്സ് ചോദിച്ച് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ഇപ്പോൾ മെസ്സേജസ് കൂടുതലായതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത വ്യൂവേഴ്സിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കായിരിക്കും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. സോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഇത് 6 മാർക്സ് ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് h(t) തന്നിട്ടുണ്ട്. h(t) ഈക്വൽസ് Δt. പിന്നെ സിഗ്നൽ x(t) ഈക്വൽസ് e⁻⁻at u(t) ആണ്. ഇവിടെ യൂസ് ചെയ്യേണ്ട ട്രാൻസ്ഫോം ഫോറിയർ ട്രാൻസ്ഫോം ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റെസ്പോൺസ് മീൻസ് y(t) ആണ്. ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് ആദ്യം ഇതങ്ങ് എഴുതുക. ഇതൊക്കെ തന്നിരിക്കുന്ന ഗിവൺ ക്വാണ്ടിറ്റി ഏതാണെന്ന് എഴുതുക. ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റെസ്പോൺസ് y(t) ആണ്. ഓക്കെ, ഇവിടെ എന്തിൻ്റെയൊക്കെ റിലേഷനാണ് വന്നിരിക്കുന്നത്? ഔട്ട്പുട്ട്, ഇമ്പൾസ് റെസ്പോൺസ്, ഇൻപുട്ട്. ഓക്കെ, നമുക്ക് ഒരു LTI സിസ്റ്റം എടുക്കുകയാണ്. ഒരു LTI സിസ്റ്റം, അതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്, x(t) ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y(t) വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. h(t) ആണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ്. ഇത് മൂന്നും കൂടെ തമ്മിലുള്ള റിലേഷനാണ് കഴിഞ്ഞാൽ നമ്മളെ കൺവല്യൂഷൻ റിലേഷനാണ്. ഇതിനകത്ത് x(t) h(t) എന്നിട്ടുണ്ട്. y(t) ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം കൺവല്യൂഷൻ ഇക്വേഷൻ വെച്ചിട്ട് y(t) ഈക്വൽസ് x(t) കൺവല്യൂഷൻ h(t) ആണ്.
ഇവിടെ എന്താ ട്രാൻസ്ഫോം യൂസ് ചെയ്യേണ്ടത്? ഫോറിയർ ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യണം. അപ്പോൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. y ഓഫ് ടിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം y ഓഫ് ഒമേഗ ഈക്വൽ ടു എക്സ് ഓഫ് ടിൻ്റെ എക്സ് ഓഫ് ഒമേഗ. കൺവല്യൂഷൻ ബിക്കംസ് മൾട്ടിപ്ലിക്കേഷൻ ആവും. എച്ച് ഓഫ് ടി എച്ച് ഓഫ് ഒമേഗ ആവും. ഇവിടെ നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് y ഓഫ് ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ y ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെടുത്താൽ മതി? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് എച്ച് ഓഫ് ടിയും എക്സ് ഓഫ് ടിയും തന്നിട്ടുണ്ട്. എന്താ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? നമുക്കിവിടെ y ഓഫ് ഒമേഗ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എക്സ് ഓഫ് ഒമേഗയും എച്ച് ഓഫ് ഒമേഗയും വേണം. അപ്പോൾ ഇതിൻ്റെ എന്തെടുത്താൽ മതി? അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി. എച്ച് ഓഫ് ടീൻ്റെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എച്ച് ഓഫ് ഒമേഗ ഈക്വൽ ടു ഡെൽറ്റ ടീൻ്റെത് 1 ആണ്. ഇനി നെക്സ്റ്റ് ഈ എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ അറിയാമെങ്കിൽ അതിനകത്ത് എസിന് ജെ ഒമേഗ കൊടുത്താൽ മതി. നമുക്കറിയാം ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ 1/s+a ആണ്. ഓക്കെ, ജെ ഒമേഗ വെച്ച് പഠിച്ചു നോക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് സി ടിയുടെ കേസിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. അതുപോലെ ഡി ടിയുടെ കേസിൽ ഇസഡ് ട്രാൻസ്ഫോം ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതിൽ ഡി ടി എഫ് ടി കിട്ടണമെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോമിൽ നമ്മൾ ഇ റൈസ് ടു ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുപോലെ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം വരുമ്പോഴത്തേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം കിട്ടാൻ വേണ്ടി എന്ത് എഴുതാൻ മതി? എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ കൊടുത്താൽ മതി. അതായത് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ എസ് എന്ന് വെച്ചാൽ സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? റിയൽ പാർട്ട് 0 കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും? എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ കിട്ടും. അപ്പം ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ നമുക്ക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക അല്ലെങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അവിടെ എസിന് ജെ ഒമേഗ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അത് ഈസി ആയിട്ട് പഠിച്ചു നോക്കാം. അങ്ങനെയാണ് നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞു തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ 1/s+a എന്നറിയാം. ഇതിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ മതി? എസിന് ജെ ഒമേഗ കൊടുത്താൽ മതി. സോ ജെ ഒമേഗ പ്ലസ് എ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ എക്സ് ഓഫ് ടിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു എന്ത് കിട്ടും? 1/ജെ ഒമേഗ പ്ലസ് എ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോറിലേറ്റ് ചെയ്ത് റിസൾട്ട് പഠിച്ചു നോക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഇങ്ങനെ നമ്മൾ ഓർത്തെങ്ങനെയാണ്? ഇ റൈസ് മൈനസ് എ ടി യു ഓഫ് ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s+a ആണ്. ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എസിന് ജെ ഒമേഗ കൊടുത്തു. എക്സ് ഓഫ് ടിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഒമേഗ ഈക്വൽ ടു 1/ജെ ഒമേഗ പ്ലസ് എ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദറ്റ് ഈസ് y ഓഫ് ഒമേഗ ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗയുടെ വാല്യൂ 1/ജെ ഒമേഗ പ്ലസ് എ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗയുടെ വാല്യൂ 1 ആണ്. ഇവിടെ നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? y ഓഫ് ഒമേഗയുടേത് y ഓഫ് ടി ആയിരിക്കും ഈക്വൽ ടു 1/ജെ ഒമേഗ പ്ലസ് എയുടെ ഇൻവേഴ്സ് എന്തായിരിക്കും? ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ആയിരിക്കും. ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ആണ് ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഇമ്പൾസ് റെസ്പോൺസ് ഡെൽറ്റ ടി വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് ആൻസർ കിട്ടിയത്. ചില കേസിലാണെങ്കിൽ ഡെൽറ്റ ടിക്ക് പകരം വേറൊരു എക്സ്പോണൻഷ്യലോ അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷനോ തരും. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെയും ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് 2 ടേംസ് വരും. 2 ടേംസ് വരുമ്പോഴത്തേക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ചെയ്ത് 2 ടേമിൻ്റെ സമ്മായിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നിരിക്കുന്ന ഇമ്പൾസ് റെസ്പോൺസ് ഡെൽറ്റ ടി ആണ് എച്ച് ഓഫ് ടി ആയിട്ട് തന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഇത്ര ഈസി ആയിട്ട് കിട്ടിയത്. ഈസി ആയിട്ട് 6 മാർക്സ് സ്കോർ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ സിഗ്നൽസിൻ്റെ ടോപ്പിക്സിനകത്ത് ചില ടോപ്പിക്സിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ആൻസർ സ്കോർ ചെയ്യാൻ പറ്റും. കൂടുതൽ ടൈം എടുക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ആദ്യമേ എന്ത് ചെയ്യണം? അതിൻ്റെ ഏതൊക്കെ തന്നേക്കുന്ന കാര്യം എഴുതുക, ഏത് ട്രാൻസ്ഫോം എന്നുള്ള കാര്യം എഴുതുക, അതിനുശേഷം എന്താ ഫൈൻഡ് ഔട്ട് എന്നുള്ള കാര്യം എഴുതുക. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കറസ്പോണ്ടിങ് ട്രാൻസ്ഫോം എടുക്കുക, ഇൻവേഴ്സ് എടുക്കുക. ചിലപ്പം ചില കേസിൽ ഇതിൻ്റെ കേസിൽ നമുക്ക് എക്സ് ടിയും വൈ ടിയും തന്നിട്ട് ഇമ്പൾസ് റെസ്പോൺസ് ആയിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ എച്ച് ഓഫ് ഒമേഗ ഈക്വൽ ടു y ഒമേഗ ബൈ എക്സ് ഒമേഗ എന്ന് വരുന്നേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എച്ച് ഓഫ് ടി കിട്ടും. ഇതെല്ലാം റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കാവുന്നതാണ്. അതുപോലെ KTU മോഡൽ ക്വസ്റ്റ്യനകത്ത് പാർട്ട് എയുടെ ഫുൾ സൊല്യൂഷൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ അപ്ലോഡഡ് ആണ്. അതുപോലെ
ഡിഫറെൻറ്റ് മോഡ്യൂൾസിൽ ഈസി ആയിട്ട് പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഫുൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക്സും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. അതുപോലെ 45 വീഡിയോസോളം ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻസ് മാത്രമുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിരിക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മോഡ്യൂൾ 3 ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത അനാലിസിസ്, അതായത് കോസാലിറ്റി സ്റ്റെബിലിറ്റിയുടെ 8 മാർക്സിൻ്റെ പ്രോബ്ലവും അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന 6 മാർക്സിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സോൾവ് ചെയ്തത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസി.